നമസ്തേ. പ്രണവ് സംഗീതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള 27 നക്ഷത്രങ്ങളിൽ 9 നക്ഷത്രക്കാരെ കുറിച്ചുള്ള അവരവർ ചെയ്യാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തെ 9 നക്ഷത്രമായിട്ടുള്ള അശ്വതി മുതൽ ആയില്യം നക്ഷത്രം വരെയുള്ള നക്ഷത്രക്കാർ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉൾക്കൊള്ളിക്കുന്നത്. ആദ്യത്തെ നക്ഷത്രമായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാർ പ്രധാനമായിട്ടും അതിവേഗങ്ങളിൽ ഒരു തീരുമാനവും എടുക്കാതെ മുൻപോട്ട് പോവുക. തീരുമാനം എടുത്താൽ തന്നെ നല്ല രീതിയിൽ ആലോചിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ കോപത്താൽ അല്ലെങ്കിൽ ഒരുപാട് ദേഷ്യത്താൽ സംസാരിക്കാതിരിക്കുന്നത് ഏറെ നല്ലതായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രത്തിലുള്ള ആൾക്കാർ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരെ നിയന്ത്രിക്കാതിരിക്കുക, ഒരുപാട് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ പ്രഷർ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ദേഷ്യപ്പെടാതിരിക്കുക. അതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള ആസക്തി, ഒന്നിനോടും അമിതമായിട്ടുള്ള ആസക്തി ഉണ്ടാകാതിരിക്കുന്നത് ഏറെ നല്ലതായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രത്തിലുള്ള ആൾക്കാർ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അഹങ്കാരം ഒരുപാട് ഉണ്ടാക്കാതെ മുൻപോട്ട് പോകാൻ ശ്രമിക്കുക. ആരോടും അഹങ്കാരം കാണിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ബന്ധങ്ങൾ തകർക്കുന്ന രീതിയിലുള്ള സംസാര രീതികളോ അല്ലെങ്കിൽ വർത്തമാനങ്ങളോ പറയാതിരിക്കുന്നത് ഏറെ നല്ലതായിരിക്കും. ഇത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രത്തിലുള്ള ആൾക്കാർ പ്രധാനമായിട്ടും പണം അളവിൽ കൂടുതൽ ചെലവഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ പണം അറിഞ്ഞ് ചെലവഴിക്കാൻ ശ്രമിക്കുക. ഓരോ കാര്യത്തിനും എടുക്കുന്ന പണം കണ്ടറിഞ്ഞ് ചെലവാക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ആരുടെയും ഇഷ്ടങ്ങൾക്ക് അടിമപ്പെടാതിരിക്കുന്നത് ഏറെ നല്ലതായിരിക്കും. അടുത്തത് മകയിര നക്ഷത്രമാണ്. മകയിര നക്ഷത്രത്തിലുള്ള ആൾക്കാർ പ്രധാനമായിട്ടും ആരോടും സംശയം ഉണ്ടാക്കാതിരിക്കുന്നത് ഏറെ നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ കൂട്ടുകൂടിയുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ കൂട്ടുകൂടിയുള്ള ഏതൊരു കർമ്മവും നമ്മൾ ഒഴിവാക്കുന്നതും, ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്നാൽ തിരിച്ചു പോരാൻ ശ്രമിക്കുന്നതും, അതോടൊപ്പം തന്നെ ചെറിയ കാര്യങ്ങൾക്ക് വലിയ വഴക്കുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുന്നതും ഏറെ നല്ലതായിരിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഏത് വിഷമഘട്ടം വന്നാലും ഒറ്റക്ക് ഇരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കരുത്. അതോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുക. അതോടെ പഴയ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഓർക്കാതിരിക്കുക, അല്ലെങ്കിൽ പഴയ കാര്യങ്ങളിലോട്ട് വീണ്ടും പിന്തിരിഞ്ഞു പോകാതിരിക്കുന്നത് ഏറെ നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ല കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വിശേഷ കാര്യങ്ങൾക്കോ പോകാതിരിക്കുന്നത് ഏറെ നല്ലതായിരിക്കും. അടുത്തത് പുണർദ നക്ഷത്രമാണ്. പുണർദ നക്ഷത്രക്കാര് ശ്രദ്ധിക്കേണ്ടത് ഒരേ കാര്യത്തിൽ എപ്പോഴും സ്ഥിരത ഉറപ്പുവരുത്തുക എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വാക്ക് മാറാതിരിക്കുക. നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നതോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരോട് കരുണ കാണിക്കുന്നതോ ആയിട്ടുള്ള സ്വഭാവ രീതികളായിരിക്കും. അത് തിരിച്ച് ആരിൽ നിന്നും ചിലപ്പോൾ കിട്ടാൻ സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അടുത്തത് പൂയ നക്ഷത്രമാണ്. പൂയ നക്ഷത്രക്കാര് അമിത വിശ്വാസം ആർക്കും കൊടുക്കരുത്. അതോടൊപ്പം തന്നെ സ്വന്തം കാര്യങ്ങൾ അവഗണിക്കാതിരിക്കുക. സ്വന്തം കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അവഗണിക്കാതിരിക്കുക. പിന്നെ ഒരുപാട് ദേഷ്യം ഉണ്ടാകുന്നത് കുറക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാനായിട്ടും ശ്രമിക്കുക. അടുത്തത് ആയില്യ നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രത്തിലുള്ള ആൾക്കാർ പ്രതികാര ചിന്തകൾ എപ്പോഴും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അമിതമായിട്ടുള്ള ദേഷ്യം മൂലം
കുടുംബജീവിതം തകർക്കാനോ അല്ലെങ്കിൽ തകരാനോ സാധ്യതയുണ്ട്. അതോടൊപ്പം കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ ഏറെ നമ്മൾ ചേർത്ത് പിടിക്കുമെങ്കിലും കുടുംബത്തെ മുൻനിർത്തി എപ്പോഴും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ കൂടെയുള്ളവര് ഒരിക്കലും അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവര് നമ്മളുടെ കൂടെ എന്നും കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അതുപോലെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എപ്പോഴും നിങ്ങൾക്കുണ്ടാകും, അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം ഏറെ ദേഷ്യം ഉണ്ടാകാതിരിക്കാനോ അല്ലെങ്കിൽ കോപം വന്ന് ചേരാതിരിക്കാനോ ശ്രമിക്കുന്നതും ഏറെ നല്ലതായിരിക്കും. അശ്വതി മുതൽ ആയില്യം നക്ഷത്രം വരെയുള്ള ആൾക്കാര് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെച്ചത്. ഞാൻ ഈ ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലും 27 നക്ഷത്രങ്ങളിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായിട്ട് അറിയുവാനും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ദശാകാലങ്ങളോ സമയമോശങ്ങളോ ഒക്കെ അറിയുവാനും നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിലൂടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയാൽ മൊബൈൽ നമ്പർ തരുന്നതായിരിക്കും. അതിലൂടെ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജ്യോതിഷ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.